ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് റവന്യൂ റെസീപ്റ്റ് എന്നുള്ളത്. എന്താണ് റവന്യൂ റെസീപ്റ്റ്? റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റിന് ലൈബിലിറ്റി ഉണ്ടാക്കാത്ത ഇൻകത്തിനെയാണ് നമ്മൾ റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ റവന്യൂ റെസീപ്റ്റിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ടാക്സബിൾ റവന്യൂ എന്നും രണ്ട് നോൺ ടാക്സബിൾ റവന്യൂ റെസീപ്റ്റ് എന്നും. ഇതിനകത്ത് ടാക്സബിൾ റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ടാക്സ് വഴി നമുക്ക് കിട്ടുന്ന റവന്യൂ ആണ്. അതായത് ഡയറക്റ്റ് ടാക്സ് ഉണ്ടാവാം, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടാവാം, വെൽത്ത് ടാക്സ് ഉണ്ടാവാം, അങ്ങനെ എല്ലാ ടാക്സുകളും അതിനകത്തേക്ക് വരും. ഇനി നോൺ ടാക്സബിൾ റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഗ്രാൻഡ്സ് കിട്ടുന്നതാണ്. അതായത് നമ്മൾ വേൾഡ് ബാങ്ക് പോലുള്ള ഗ്രാന്റ് കിട്ടുന്നത് നമുക്ക്, അതുപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി, അങ്ങനെയുള്ള കറൻസി, ഇങ്ങനെ ഇതിൽ നിന്ന് കിട്ടുന്ന ഇതാണ്. മൂന്ന് എന്ന് പറയുന്നത് നമ്മുടെ PSUസിന്റെ പ്രോഫിറ്റും ഡിവിഡൻറ്റുമാണ്. നാല് എന്ന് പറയുന്നത് നമുക്ക് സ്പെക്ട്രം ഓപ്ഷനിൽ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് നമ്മൾ റവന്യൂ റെസീറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അത് ആക്ച്വലി ക്യാപിറ്റൽ റെസീറ്റ് ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തേക്കുന്നത് അത് റവന്യൂ റെസീറ്റ് ആയിട്ടാണ്. ആൻഡ് അതുപോലെ തന്നെ ജനറൽ സർവീസ് ആയിട്ടുള്ള പവർ ഡിസ്ട്രിബ്യൂഷൻ, ഇൻഷുറൻസ്, ബാങ്കിങ് സർവീസ്, ഇങ്ങനെ ഇറിഗേഷൻ, ഇങ്ങനെയുള്ളതിൽ നിന്ന് കിട്ടുന്ന പൈസയും നമ്മൾ റവന്യൂ റെസീറ്റ് ആയിട്ടാണ് കൂട്ടുക.